ജീവിത വിജയം നേടിയവരുടെ അനുഭവ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിജയത്തിൻ്റെ പടവുകൾ അവരെ സന്തോഷത്തിൻ്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിലെത്തിച്ചു. സാധ്യതകളൊന്നുമില്ലാതെ ഇരുന്നിട്ടും, പ്രതിസന്ധികൾ വളരെ ഉണ്ടായിരുന്നിട്ടും വിധിയെ തോൽപ്പിച്ച് ലക്ഷ്യത്തിലെത്തിയവർ, അവരുടെ ജീവിത മൂല്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ അവ ഇന്നും നമുക്ക് പ്രചോദനമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ എഡ് ബ്ലാക്ക് ദമ്പതികളുടെ 22 മക്കളിൽ 20ാമത്തെ കുട്ടിയായിട്ടാണ് വിൽമ ജനിച്ചത്. പ്രീമച്യൂറായിട്ടാണ് അമ്മ അവൾക്ക് ജന്മം നൽകിയത്. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും ആ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ചില നാളുകൾ കടന്നുപോയി. 4ാം വയസ്സിൽ തനിക്കുണ്ടായ ന്യൂമോണിയയും പനിയും തന്നെ വളരെയധികം ബാധിച്ചു. ഇതിൻ്റെ ആഘാതത്തിൽ അവളുടെ ഇടത് കാലിന് പോളിയോ ബാധിച്ചു. ജീവിതത്തിൽ ഇനി അവൾ ഒരിക്കലും നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അവളുടെ പിതാവ് ഹെഡ് ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. അമ്മ ബ്ലാക്ക് വീട്ടുജോലി ചെയ്തുമായിരുന്നു ആ കുടുംബത്തെ പുലർത്തിയിരുന്നത്. പലപ്പോഴും ചാക്കുകൾ തുന്നിയാണ് മക്കൾക്ക് അവൾ ഉടുപ്പുകൾ ഉണ്ടാക്കിയിരുന്നത്. ചെറുപ്പത്തിൽ തനിക്കുണ്ടായ ആ 5ാം പനിയും ന്യൂമോണിയയും അവളെ മരണത്തിൻ്റെ മടിയിലേക്ക് തിരികെ വിളിക്കും എന്നെല്ലാവരും കരുതി. ഡോക്ടർ അവളുടെ കാലിനൊരു ചെറിയ ബ്രാസ് സപ്പോർട്ട് നൽകി. വിൽമ കാലുകുത്തി തനിയെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിരിക്കും. മെഡിക്കൽ സയൻസിന് അത് അസാധ്യമാണ് എന്ന് അവളെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ സഹായവും തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള മനോധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് അവളുടെ അമ്മ അവൾക്ക് ധൈര്യം നൽകി. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഒരു ഓട്ടക്കാരിയായി തീരണമെന്നാണ് അവളുടെ ആഗ്രഹമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 9ാം ക്ലാസ്സിൽ കാലിന് സപ്പോർട്ടായി വെച്ചിരുന്ന ആ ബ്രാസ് എടുത്തു മാറ്റി. ഒരിക്കലും കാലുകുത്തി നിൽക്കുക എന്ന് ഡോക്ടർമാർ എഴുതിയ വിധിയെ മാറ്റി ആദ്യമായി അവൾ സ്വന്തം കാലിൽ ഭൂമിയിൽ ചവിട്ടി നിന്നു. പിന്നീട് 13ാം വയസ്സിൽ സ്കൂളിൽ ഓട്ട മത്സരത്തിൽ 3ാമതും 2ാമതും 1ാമതുമായി അവൾ വിജയിച്ചു. തൻ്റെ 15ാമത്തെ വയസ്സിൽ ടെന്നസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൾ ചേർന്നു. എഡ് ടെമ്പിൾ എന്ന കോച്ചിനോട് തൻ്റെ അമ്മയോട് പറഞ്ഞ അതേ ആഗ്രഹം അവൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരിയായി തനിക്ക് മാറണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിന്റെ ദൃഢനിശ്ചയവും വിശ്വാസവും ആർക്കും തടയുവാൻ സാധ്യമല്ല. ഞാനും നിന്നെ സഹായിക്കും. അങ്ങനെ അവസാനം 1960 ഒളിമ്പിക്സിൽ വിൽമയും ഉണ്ടായിരുന്നു. ആ ഒളിമ്പിക്സിലാണ് ആദ്യമായി ടെലിവിഷനിൽ ലൈവ് ടെലികാസ്റ്റ് വന്നത്. ലോകത്തിലുള്ള എല്ലാ താരങ്ങളും പങ്കെടുക്കുന്ന മത്സരമാണല്ലോ ഒളിമ്പിക്സ്. വളരെ പ്രയോജനമുള്ള, വളരെ ശക്തരായ താരങ്ങൾ. വിൽമയുടെ ആദ്യത്തെ ഇനം 100 മീറ്റർ ഓട്ടമായിരുന്നു. ഒരിക്കലും പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ജൂട്ടാ ഹെയ്നായിരുന്നു അവളുടെ എതിരാളി. 80,000 കാണികളെ സാക്ഷി നിർത്തി കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ 11 സെക്കൻഡിൽ അവൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി. പിന്നീട് 200 മീറ്ററിലും സ്വർണം നേടി. 3ാമത്തെ മത്സരം 400 മീറ്റർ റിലേ ആയിരുന്നു. ആദ്യം ഓടിയ 3 പേരും നന്നായി ഓടി. അവസാനം ബാറ്റൺ വിൽമയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതറിയാതെ താഴെ വീണു. അടുത്ത ട്രാക്കിൽ ജൂട്ടാ ഹെയ്ൻ പായുന്നത് കണ്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ബാറ്റൺ എടുത്ത് ഒരു വെടിയുണ്ട പോലെ പാഞ്ഞ് 3ാമത്തെ സ്വർണവും അവൾ നേടി. അങ്ങനെ 3 സ്വർണം നേടുന്ന ആദ്യത്തെ അമേരിക്കക്കാരിയായി, താരമായി, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: ദാറ്റ് എ പാരലിറ്റിക് വുമൺ ബിക്കം ദ ഫാസ്റ്റസ്റ്റ് വുമൺ ഓൺ ദ എർത്ത് അറ്റ് ദ 1960 ഒളിമ്പിക്സ്. കാലുകൾ തളർവാദം വന്ന ആ പെൺകുട്ടി 1960 ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയുള്ള താരമായി മാറി എന്നായിരുന്നു അത്. അങ്ങനെ ആദ്യ താരമായി 3 സ്വർണങ്ങൾ നേടുന്ന അമേരിക്കയുടെ താരമായി അവൾ മാറി. അങ്ങനെ അവൾ ചരിത്രത്തിൻ്റെ ഭാഗമായി. വിജയം ഒരിക്കലും യാദൃച്ഛികമല്ല. അതിന് നാം വില കൊടുക്കേണ്ടി വരും. പരാജയങ്ങളും തടസ്സങ്ങളും ജീവിത വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പടവുകളായി തീർന്നേക്കാം. സ്വപ്ന സാക്ഷാത്കാരം ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായി വസ്തുക്കളായിരിക്കാം. ചിലർക്കൊരുപക്ഷെ അത് പണമുണ്ടാക്കി സമ്പന്നരായി തീരുന്നതായിരിക്കാം. ചിലർക്ക് നല്ല ആരോഗ്യമുള്ളവരായി തീരുന്നതായിരിക്കാം. ചിലർക്ക് ഒരു നല്ല കുടുംബമായിരിക്കാം.
മറ്റു ചിലർക്ക് സന്തോഷം, സമാധാനം, ജീവിത സംതൃപ്തി ഇതൊക്കെയായിരിക്കാം. വിജയം എന്നത് ഒരു വസ്തുനിഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിജയത്തിൻ്റെ നിർവചനം ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്: സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിത മൂല്യങ്ങളെ പിന്തുടർന്ന് ലക്ഷ്യത്തിലെത്തുക എന്നത് ഒരു ജീവിത വിജയത്തിൻ്റെ പാഠമാണ്. ജീവിത വിജയം ഒരു യാത്രയാണ്, അത് അവസാനമല്ല. ഒരുപക്ഷെ ആ ലക്ഷ്യം നേടിയാൽ അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുന്നു. അതോടൊപ്പം ജീവിത വിജയം ഒരു അനുഭവമാണ്, ഒരു സ്വയം തിരിച്ചറിയലാണ്. അത് പുറത്തുനിന്നുള്ള പ്രചോദനമല്ല, മറിച്ച് അന്തരാത്മാവിനുണ്ടാകുന്ന ഒരു ത്വരയാണ്. ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങൾ ലക്ഷ്യങ്ങൾ മാത്രമല്ല, അതിൽ എത്തിച്ചേരുന്ന മാർഗവും ജീവിത മൂല്യവും പ്രധാനപ്പെട്ടതാണ്. ദൈവിക സഹായവും ദൈവത്തിലുള്ള വിശ്വാസവും മനോധൈര്യവും നമ്മളെ ജീവിത ലക്ഷ്യങ്ങളിലെത്തുവാൻ സഹായിക്കുന്നു. ജീവിത വിജയത്തിൽ ലക്ഷ്യം മാത്രമല്ല, ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗവും ജീവിത മൂല്യങ്ങളും പ്രധാനപ്പെട്ടതാണ്.